ഉണ്ണീശോയുടെ രൂപം നമുക്ക് സുപരിചിതമാണ്. എന്നാൽ ഉണ്ണി മേരിയുടെ രൂപം നമുക്ക് അത്രയും പരിചിതമല്ല. ഇറ്റാലിയൻ ഭാഷയിൽ മരിയ ബംബീന എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മരിയ ബംബീന എന്ന് പറഞ്ഞാൽ ശിശുവായ മറിയം എന്നാണ് അർത്ഥം. വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ, വിശുദ്ധ പാദ്രെ പിയോ തുടങ്ങി നിരവധി വിശുദ്ധർ ഈ രൂപത്തിന്റെ ഭക്തിയുടെ പ്രചാരകരാണ്. ഇറ്റലിയിലെ തോതിയിലുള്ള ക്ലാര മഠത്തിലെ സുപ്പീരിയർ സിസ്റ്റർ ഇസബെല്ല എന്ന കന്യാസ്ത്രീയാണ് 1735 മരിയ ബംബീനയുടെ മെഴുകുരൂപം ആദ്യമായി ഉണ്ടാക്കിയത്. 16-ാം നൂറ്റാണ്ടിലെ കൗണ്ടർ റിഫോർമേഷൻ സമയത്ത് ഈശോയുടെയും ഉണ്ണി മേരിയുടെയും മെഴുകു പ്രതിമകളോടുള്ള വണക്കം യൂറോപ്പിൽ വ്യാപകമായിരുന്നു. 1738 അൽബേരിക്കോ സിമേനോത്തോ മെത്രാൻ മരിയ ബംബീനയുടെ മെഴുകു പ്രതിമ സ്വദേശമായ മിലാനിലേക്ക് കൊണ്ടുവന്നു. മെത്രാന്റെ മരണശേഷം വിശുദ്ധ മരിയ ദെല്ലി ആശ്രമത്തിലെ കപ്പൂച്ചിൻ സിസ്റ്റേഴ്സിന് മരിയ ബംബീനയുടെ രൂപം കൈവശം വയ്ക്കാൻ മെത്രാന്റെ സഹോദരൻ അനുവാദം നൽകി. അങ്ങനെ ഈ കപ്പൂച്ചിൻ സന്യാസിമാർ ഉണ്ണിമേരിയുടെ ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ജോസഫ് രണ്ടാമൻ ചക്രവർത്തിയും നെപ്പോളിയൻ ചക്രവർത്തിയും 1810 സന്യാസ സഭയ്ക്ക് വിലക്കേർപ്പെടുത്തിയപ്പോൾ അവസാനത്തെ കപ്പൂച്ചിൻ സന്യാസിയായ ബാർബറ എന്ന സിസ്റ്ററിന്റെ കൈകളിൽ ഈ രൂപം വന്നെത്തി. സിസ്റ്റർ ബാർബറ സന്യാസികൾ രഹസ്യമായി താമസിച്ചിരുന്ന മറ്റൊരു ആശ്രമത്തിലേക്ക് ഈ രൂപത്തെ കൊണ്ടുപോയി. പിന്നീട് സിസ്റ്റർ ബാർബറ തന്റെ മരണത്തിനു മുമ്പ് ഉണ്ണിമേരിയുടെ തിരുസ്വരൂപം സാന്താമാർക്കോ പള്ളിയിലെ വികാരി ലൂയിജി അച്ഛന് കൈമാറി. ലൂയിജി അച്ഛൻ ഈ തിരുസ്വരൂപം 1842 ചിച്ചേറി ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ മദർ സുപ്പീരിയർ തെരേസ ബോസിയോയ്ക്ക് നൽകി. 1876 ഏപ്രിൽ 24-ാം തീയതി ഉണ്ണിമേരിയുടെ മെഴുകു പ്രതിമ ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ മദർ ഹൗസിൽ കൊണ്ടുവന്നു. ഈ സമയം മരിയ ബംബീനയോടുള്ള ഭക്തി ചാരിറ്റി സഭയിലെ സിസ്റ്റേഴ്സിനും നോവിസസിനും പരിമിതപ്പെടുത്തിയിരുന്നു. നവസന്യാസ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഈ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8 തുടങ്ങി തുടർന്നു വരുന്ന 8 ദിവസങ്ങൾ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. 1884 സെപ്റ്റംബർ 9 മുതൽ ഉണ്ണിമേരിയോട് ഭക്തി പുലർത്തിയിരുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ തുടങ്ങി. സിസ്റ്റർ ജൂസപ്പ എന്ന ചാരിറ്റി സിസ്റ്റർ തളർവാദ നിമിത്തം കിടപ്പിലായിരുന്നു. സെപ്റ്റംബർ 8-ാം തീയതി സിസ്റ്റർ ജൂസപ്പ മദർ ജനറലിനോട് മരിയ ബംബീനയുടെ തിരുസ്വരൂപം ഒരു രാത്രി താൻ കിടക്കുന്ന മുറിയിൽ കൊണ്ടുപോകാൻ അനുവാദം ചോദിച്ചു. അടുത്ത പ്രഭാതത്തിൽ രോഗിയായി കിടന്ന സിസ്റ്ററിന്റെ മുറിയിൽ രൂപം കൊണ്ടുപോകാൻ മദർ അനുവാദം നൽകി. രോഗി പരിചരണ മുറിയിൽ മറ്റൊരു നവസന്യാസിനിയും രോഗിണിയായി കിടപ്പുണ്ടായിരുന്നു. രോഗപീഠകൾ നിമിത്തം കൈകാലുകൾ ചലിപ്പിക്കാൻ പോലും ആ നവസന്യാസിനിക്ക് കഴിഞ്ഞിരുന്നില്ല. വലിയ വിശ്വാസത്തോടെ ഉണ്ണിമേരിയുടെ രൂപം കൈകളിലെടുത്ത് സൗഖ്യത്തിനായി അവൾ കേണപേക്ഷിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ നവസന്യാസിനിക്ക് പെടുന്നനെ രോഗസൗഖ്യം ലഭിച്ചു. ഈ അത്ഭുതത്തിന് ശേഷം ഉണ്ണിമേരിയുടെ രൂപം മദർ ജനറലിന്റെ മുറിയിൽ സൂക്ഷിച്ചു പോന്നു. 1884 ഒക്ടോബർ 18-ാം തീയതി ദൈവമാതാവിന്റെ മാതൃത്വ തിരുനാൾ ദിനത്തിൽ മരിയ ബംബീനയെ അലങ്കരിച്ച വസ്ത്രമണിയിച്ച് മനോഹരമായ ഒരു തൊട്ടിലാക്കി പ്രദക്ഷിണത്തോടെ ഭവനത്തിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു ചാപ്പലിൽ ആഘോഷമായി പ്രതിഷ്ഠിച്ചു. നിരവധി അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ണിമേരിയുടെ മാധ്യസ്ഥം വഴി സംഭവിച്ചു. ഇതിനിടയിൽ മദർ ജനറലിനോട് ഉണ്ണിമേരിയുടെ രൂപം രോഗി പരിചരണ മുറിയിൽ കൊണ്ടുപോകുന്നതിന് ആദ്യമായി അനുവാദം ചോദിച്ച സിസ്റ്റർ ജൂസപ്പ തളർവാദത്തിൽ നിന്ന് സുഖം പ്രാപിച്ചു. 1888 സെപ്റ്റംബർ 8-ാം തീയതി പുതിയ മദർ ജനറൽ ക്ലമൻറീന ലാച്ച്മൻ മരിയ ബംബീനയുടെ രൂപം പുതിയ ചാപ്പലിൽ പ്രതിഷ്ഠിച്ചു. നവദമ്പതികൾക്ക് വിവാഹ സമ്മാനമായി മരിയ ബംബീനയുടെ ഒരു ചെറിയ മെഴുകു പ്രതിമ സമ്മാനമായി നൽകുന്നത് പതിവായി. അങ്ങനെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് മരിയ ബംബീനയോടുള്ള ഭക്തി മിലാനിൽ നിന്ന് ഇറ്റലിയിലുടനീളം വ്യാപിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിനിടയിൽ 1942 ഒക്ടോബർ 24-ാം തീയതി മദർ ഹൗസിൽ ബോംബ് വർഷിക്കപ്പെട്ടതിനാൽ മദർ ജനറൽ മരിയ ബംബീനയുടെ തിരുസ്വരൂപം ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. 1943 ഓഗസ്റ്റ് 15, 16 തീയതികളിലുണ്ടായ തുടർച്ചയായ ബോംബാക്രമണത്തിൽ മദർ ഹൗസും ചാപ്പലും പൂർണ്ണമായി തകർന്നെങ്കിലും സിസ്റ്റേഴ്സും മിലാൻ നിവാസികളും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം തേടി വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.